മോളെ ദീപേ, ദീപേ, എന്താ ഇതൊക്കെ? എന്തിനാ ഇതൊക്കെ കീറി കളഞ്ഞത്? ആരോടുള്ള ദേഷ്യം നിനക്ക്? ഇളയമ്മ എന്നെ ചീത്ത പറഞ്ഞു. ഇളയമ്മ നമുക്ക് അമ്മയല്ലേ, എന്തെങ്കിലും പറഞ്ഞ് ശാസിച്ചെന്ന് കരുതി. അതിന് ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? സുശീലനെ സ്നേഹിച്ചത് പാപമാണോ എന്ന് ആരെങ്കിലും പറഞ്ഞോ? വിലക്കണമെന്ന് തോന്നി, അത്രമാത്രം. അതവരുടെ കടമയല്ലേ. എന്ത് കടമ? വെറുതെ തെറ്റിദ്ധരിക്കുന്നത് കടമ? അതിനിവിടെ ആരും ആരെയും തെറ്റിദ്ധരിച്ചിട്ടില്ല. കാര്യങ്ങളൊക്കെ ഈ ചേട്ടൻ അറിയില്ലേ. അച്ഛൻ വരട്ടെ, എല്ലാറ്റിനും പരിഹാരം ഉണ്ടാക്കാം. അതിനു മുൻപേ ആ പാവത്തിനെ പറഞ്ഞു വിടാനാ ഇളയമ്മ നോക്കുന്നത്. ഹേയ്, അതൊന്നുമില്ല. അവനിതുവരെ ഈ ഭൂകമ്പൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, അറിയേം വേണ്ട. അച്ഛനെത്തിയോ? അന്ന് തന്നെ മടങ്ങാമെന്ന് കരുതിയതാ, പറ്റിയില്ല. ഓരോന്നിൽ ഇടപെടുമ്പോഴാ പല പ്രശ്നങ്ങളും ഒക്കെ തീർന്നു. ഇനി ഭരണം നിനക്ക്. ബ്രീഫ് കേസ് പിടിക്ക. എന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞോ? പിന്നെ നീയായി നിന്റെ പാടായി. ഇവിടെ സുശീൽ റൂമിലുണ്ട്. എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്തുണ്ടെങ്കിലും തുറന്നു പറ. എന്താ, ജോലി പറ്റില്ലെന്നാണോ? അതല്ല. എവിടെ ഇളയമ്മ? അവളാണല്ലോ സാധാരണ ഓടി വന്ന് സ്വീകരിക്കാറുള്ളത്. മുറിയിലുണ്ട്. ചെറിയൊരു പ്രശ്നം. അച്ഛൻ വരാൻ കാത്തിരിക്കുകയായിരുന്നു. എന്താ അത്ര വലിയ പ്രശ്നം? ചെറിയൊരു ലവ് മാറ്റർ. കക്ഷികൾ മറ്റാരുമല്ല, സുശീലും ദീപയുമാണ്. ഇതാണോ കാര്യം? കുട്ടികളല്ലേ, അതൊക്കെ ഉണ്ടാവും. നീ അതൊക്കെ അത്ര വലിയ സീരിയസ് ആയിട്ട് കാണണോ? അത് ഇളയമ്മ അറിഞ്ഞു. ഉപദേശായി, താക്കീതായി. പിന്നെ കരച്ചിലും പിഴിച്ചിലും. ഇതൊക്കെ സുശീല അറിഞ്ഞോ? ഇല്ല. നന്നായി. ഏതായാലും അവനെ പറ്റി നിനക്ക് മതിപ്പാണല്ലോ. 100%. പിന്നൊന്നും ചിന്തിക്കാനില്ല, നടത്താം. അവരുടേത് മാത്രമല്ല, നിന്റേത്. അച്ഛന് ഇഷ്ടമായി. ശാലിനി നല്ല കുട്ടിയാ. രണ്ടും കൂടി ഒരേ ശുഭമുഹൂർത്തത്തിൽ ഒന്നിച്ച്. താങ്ക് യു അച്ഛാ. അല്ല, നീ ഇവിടെ ഉണ്ടായിരുന്നു? ഒക്കെ തീരുമാനിച്ചോ അച്ഛനും മോനും കൂടി? അപ്പൊ നീ എല്ലാം കേട്ടു. നല്ല കാര്യമല്ലേ പ്രഭേ? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഈ ബന്ധം ശരിയാവില്ല. എന്തുകൊണ്ട്? ദീപയ്ക്ക് അവൻ യോജിച്ചവനല്ല. ഇത് വേണ്ട. എന്തിനിങ്ങനെ വാശി പിടിക്കുന്നു? വാശിയല്ല, ഇത് ജീവിത പ്രശ്നമാ. അതൊക്കെ നിന്റെ വെറും തോന്നല. അപ്പോൾ ഈ കാര്യത്തിൽ എന്റെ തീരുമാനത്തിന് വിലയില്ല എന്നാര് പറഞ്ഞു? നിന്റെ മോളല്ലേ അവള്? അതുകൊണ്ടാ പറയുന്നത്, ഈ ബന്ധം ശാശ്വതമല്ല. നീ ചിന്തിച്ചു നോക്ക്. ഞാൻ അന്നേ പറഞ്ഞല്ലേ, അവനെന്താ ഒരു കുറവ്? നമ്മുടെ ജാതി, സൗന്ദര്യം, തറവാടിത്തം, പിന്നെന്താ പോരാത്തതിന് സുദേവന്റെ കൂട്ടുകാരൻ. ഇതിൽ പരം എന്തു വേണം? നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് തല പുണ്ണാക്കട്ട. എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ശരി, ഏതായാലും നേരിട്ടൊന്ന് അന്വേഷിക്കാം. നിന്റെ അച്ഛനെ പെട്ടെന്ന് കണ്ടപ്പോഴേ എന്റെ സപ്തനാടികളും തളർന്നുപോയി കേട്ടോ. സുധിയേട്ടൻ അച്ഛന്റെ മുന്നിൽ ചെന്ന് ചാടുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. പേടിച്ചു പോയി. അച്ഛൻ വല്ലതും പറഞ്ഞോ? കടുപ്പിച്ചൊരു നോട്ടം. ഞാൻ ചൂളിപ്പോയി. പിന്നെ ഒരൊറ്റ ചിരി. അച്ഛൻ സമ്മതിച്ചു. എന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? കല്യാണക്കാര്യം. നമ്മുടെ കാര്യോ അതോ ദീപയുടെയും സുശീലിന്റെയും കാര്യോ? നമ്മുടെ കാര്യമാണ്. പക്ഷേ പ്രശ്നം ദീപയുടെയും സുശീലിന്റെയുമാണ്. അവളുടെ ഇഷ്ടം നടത്തി കൊടുക്കുന്നതല്ലേ നല്ലത്. എനിക്ക് സമ്മതം. അച്ഛനും അങ്ങനെ തന്നെയാ. പക്ഷേ എതിർക്കുന്നത് ഇളമയാണ്. അവൾ എന്നോട് പറഞ്ഞിരുന്നു, ദീപക്ക് എന്തുകൊണ്ടും യോജിച്ചവനാണ് സുശീൽ. എന്നിട്ടും ഇളമയ്ക്ക് അവന് ഇഷ്ടമായിട്ടില്ല. കൂട്ടുകാരന്റെ പെട്ടെന്നുള്ള വരവും കൂടിക്കാഴ്ചയും പ്രേമവും, അതായിരിക്കും പ്രശ്നമായത്. നമ്മളെ പോലെ കാത്തിരുന്ന് പ്രേമിക്കാൻ എല്ലാവർക്കും പറ്റുമോ? അയ്യടാ, ഞാനങ്ങനെ കാത്തിരുന്നിട്ടൊന്നുമില്ല.
ഇങ്ങോട്ട് വന്നത്? അവസാനമായി നിനക്ക് മുന്നറിയിപ്പ് തരാൻ. മനോഹരമായ സ്ഥലം. കളിയാക്കണ്ട. ഇന്നത്തോടെ എല്ലാം തീരണം. പറയൂ, നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് ദീപയാണ്. അപ്പോൾ നീ പിന്മാറില്ല. ഇല്ല, ഭീഷണിപ്പെടുത്തി എന്നെ അയക്കാമെന്ന് കരുതണ്ട. എന്റെ ഒരു മുഖമേ നീ കണ്ടിട്ടുള്ളൂ. അത് സുന്ദരമാണ്, അതിന് കോപം ചേരില്ല. നിന്റെ കൊച്ചു വർത്തമാനം കേൾക്കാനല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നത്. കൊല്ലാനാണോ? നിങ്ങൾ വെറുതെ വാശി പിടിച്ച് സ്വയം വിഡ്ഢിയാകണ്ട. നീ എന്നെ വിട്ടിയാക്കണ്ട. ഇന്ന് തന്നെ സ്ഥലം കാലിയാക്കണം. മേലിൽ വീട്ടിൽ വരികയോ ദീപയെ കാണാനോ പാടില്ല. ഇതിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അവസാന വാക്കാണോ? അതെ, ഇത്തരം കോപ്രായങ്ങൾ കണ്ടാൽ ഭയന്നോടുന്നവനല്ല ഞാൻ. ദീപയെ തട്ടിയെടുക്കാമെന്ന് നീ കരുതണ്ട. നിന്നെ ഞാൻ അതിനനുവദിക്കില്ല. മുടങ്ങിപ്പോയില്ലെങ്കിൽ നിനക്ക് സന്തോഷമായല്ലോ. എനിക്കറിയാമായിരുന്നു സുശീലിന്റെ വീട്ടുകാർക്ക് ഇഷ്ടമാവുമെന്ന്. ആ, നീ ഇതെവിടെ പോയി? ഞാനും സുദേവനും സുശീലിന്റെ വീട്ടിൽ പോയി. എല്ലാവരെയും കണ്ടു, കാര്യം അങ്ങോട്ട് അവതരിപ്പിച്ചു. ഉറപ്പിച്ചോ? ഇളമയോട് ആലോചിക്കാതെ ഉറപ്പിക്കുമോ? നല്ല തറവാട്, സമ്പത്ത്, സുശീൽ ഒരേ ഒരു മകൻ, മൂത്ത ഒരു പെണ്ണ് ശർമിള, വിവാഹം കഴിഞ്ഞ ആസ്ട്രേലിയയിൽ. ദീപ അവർക്ക് ഇഷ്ടമായി. ഞങ്ങളുടെ ദൗത്യം കഴിഞ്ഞു. ഇനി കാര്യങ്ങള് നിനക്കാ. എന്താ എന്റെ കാര്യം? അവന്റെ സ്വഭാവത്തിലും വീട്ടുകാരിലും സംശയം നിനക്കായിരുന്നല്ലോ, അത് തീർന്നു. ഇനി നീ തന്നെ നല്ലൊരു മുഹൂർത്തം നോക്കി തീയതി നിശ്ചയിച്ചാ മതി. എവിടെയായിരുന്നു? വെറുതെ എങ്ങനെ നടന്നു? എന്തിന്? ബോറടി തോന്നി. ഓഹോ, അപ്പൊ ബോറടി തുടങ്ങിയല്ലേ? ഇന്നെന്താ ഒരു ദേഷ്യം? ഇവിടെ നടക്കുന്ന സംഭവങ്ങളെല്ലാം അറിഞ്ഞിട്ടാണോ ഈ കറക്കം?